കേരള ഹൗസിംഗ് ബോർഡ് കോർപ്പറേഷനിലെ ചീഫ് എഞ്ചിനീയർ നിയമനത്തിൽ ഗുരുതരമായ ചട്ടലംഘനം. യോഗ്യതാ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ച് പ്രവൃത്തി പരിചയമില്ലാത്ത വ്യക്തിക്ക് നിയമനം നൽകി. റാങ്ക് പട്ടികയിലുള്ള അനർഹരെ ഒഴിവാക്കിയാണ് നിയമനം നടത്തിയതെന്നാണ് ആക്ഷേപം. നിയമന ക്രമക്കേടിൽ SIT അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ച രംഗത്ത് വന്നു. ആദ്യം ഒരു നിർണായക പ്രതികരണമുണ്ട്, അതിലേക്ക്. കേരളത്തിലെ ഹൗസിംഗ് ബോർഡിലെ താൽക്കാലിക ചീഫ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നടന്ന നിയമനത്തിൽ വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്. യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത നൌഷാദ് എന്ന വ്യക്തിയെ തിരികെ കയറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. യോഗ്യതയുള്ള ആൾക്കാരെ പിന്തള്ളിക്കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ക്രമക്കേട് അവിടെ നടന്നിട്ടുള്ളത്. ഇതിൽ SITയുടെ അന്വേഷണം വേണം, വിജിലൻസിൻ്റെ അന്വേഷണം വേണം, നടപടി ഉണ്ടാകണം. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ് തലസ്ഥാനത്ത് നിന്നും. വിനീഷ്, ഗുഡ് മോർണിംഗ്, ശുഭദിനം നേരുകയാണ്. പക്ഷേ വാർത്തയുടെ കാര്യത്തിലേക്ക് വന്നാൽ അത്ര ശുഭകരമല്ലാത്ത കാര്യങ്ങളാണ് ഈ കേരള ഹൗസിംഗ് ബോർഡ് ചീഫ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട നിയമനത്തിൽ സംഭവിക്കുന്നത്, അല്ലേ? എന്താണ് ഈ ചീഫ് മാനേജർക്ക് വേണ്ട ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് വേണ്ട പ്രവൃത്തി പരിചയം? ഈ പ്രവൃത്തി പരിചയമൊന്നുമില്ലാത്ത, യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളെയാണോ അവിടെ ഇപ്പോൾ നിയമിക്കേണ്ടത്? എന്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ പോലും തഴഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു പിൻവാതിൽ നിയമനം നടത്താനുള്ള ഒരു ഉദ്ദേശത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നീങ്ങുന്നത്? എന്താണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ, വിനീഷ്? രാഖി, അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നാലും നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര ശുഭകരമായില്ലാത്ത വാർത്തകൾ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കൊച്ചു കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം എല്ലാ മാനദണ്ഡങ്ങളും അട്ടിമറിച്ചുകൊണ്ട് ഒരു ജീവനക്കാരന്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വീണ്ടും നിയമനം നൽകുന്ന ഒരു വിജ്ഞാപനത്തിലൂടെ, അത് 2023 സംസ്ഥാന ഭവന ബോർഡ് പുറത്തിറക്കിയ വിജ്ഞാപനം. ആ വിജ്ഞാപന പ്രകാരം ചീഫ് എഞ്ചിനീയർ തസ്തികയിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ സർക്കാർ സർവീസിലുള്ള വ്യക്തിയാണെങ്കിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. വിരമിച്ച ഉദ്യോഗസ്ഥനാണെങ്കിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണമെന്നതാണ് മാനദണ്ഡം. ഈ മാനദണ്ഡങ്ങളും ഈ ചട്ടങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു നിയമനം നൽകുന്നത്. ആ നിയമനത്തിലാണ് വലിയ അഴിമതി നടന്നിട്ടുള്ളത്. ആ ഉദ്യോഗസ്ഥന് നേരത്തെ തന്നെ 2023 സംസ്ഥാന ഭവന ബോർഡ് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൻ്റെ മാനദണ്ഡങ്ങളോ ചട്ടങ്ങളോ പാലിക്കാതെയുള്ള നിയമനമായിരുന്നു. അത് ഒരു സ്വജനപക്ഷപാതമായ നിയമനമായിരുന്നു. ആ നിയമനത്തിൽ ഇതുവരെയും UDF സർക്കാർ അധികാരത്തിൽ വന്ന് ഏകദേശം മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇതിനെതിരെയാണ് യുവമോർച്ച ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. യുവമോർച്ച നിലപാട് വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്: നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണം. ഈ വിഷയത്തിൽ പ്രധാനമായും സൂചിപ്പിക്കാൻ കഴിയുന്നത് ഇതിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് യോഗ്യതാ മാനദണ്ഡങ്ങൾ, വിജ്ഞാപനത്തിൽ പുറപ്പെടുവിച്ച യോഗ്യതാ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഒക്കെ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിയമനം നൽകുന്നതിൽ പിന്നിൽ സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് ഏറ്റവും അവസാനം കാലഘട്ടത്തിൽ പിണറായി സർക്കാർ നടത്തിയത്. അതിനുശേഷം അധികാരത്തിൽ വന്ന UDF സർക്കാരും ഇതിനെ പിന്തുടരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇരു ചേരിയിലും വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. അതിനെതിരെ അന്വേഷണം വേണം. ഇതിനൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന ആവശ്യമാണ്, വിജിലൻസ് അന്വേഷണവും ഇതിന് പിന്നിൽ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്നത്.